എംപിമാരുടെ സസ്പെൻഷൻ സംബന്ധിച്ച വിഷയത്തിൽ ഉപരാഷ്ട്രപതിയുടെ ക്ഷണം വീണ്ടും നിരസിച്ച് ഖാർഗെ. ദില്ലിക്ക് പുറത്തായതിനാൽ ഇപ്പോൾ കാണാൻ കഴിയില്ലെന്ന കത്തിന് ഖാർഗെയുടെ മറുപടി. കൂടുതൽ വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും പി ജെ അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപും ഇതേ വിഷയത്തിൽ ചർച്ച ചെയ്യാനായി ഖാർഗെ ക്ഷണിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തത്. ഇവിടെയും ഇപ്പോൾ നിരസിച്ചിരിക്കുന്നത് എന്താണ് മനസ്സിലാക്കേണ്ടത്? കീർത്തി, നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധിച്ചാൽ പാർലമെന്റിനകത്ത് നടന്ന ആക്രമണത്തിൽ പ്രതിപക്ഷം ഭരണപക്ഷമായ BJP-ക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും വലിയ രീതിയിലുള്ള രൂക്ഷമായ പ്രതിഷേധമാണ് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉപരാഷ്ട്രപതി എംപിമാർക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായി പാർട്ടി അധ്യക്ഷന്മാർക്കും കത്തയച്ചിരുന്നു. പ്രതിപക്ഷ കക്ഷി നേതാവായതുകൊണ്ട് തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെക്കും ഇതനുസരിച്ച് കത്ത് ലഭിച്ചിരുന്നു. മുൻപ് ഈ കത്തിന് മറുപടി ഔദ്യോഗികമായി 2 ദിവസം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട കത്ത് ഖാർഗെക്ക് അയച്ചിരുന്നത്. ഇതുവരെയും അതിന് പ്രതികരിച്ചൊന്നും കണ്ടിരുന്നില്ല. ഇന്ന് രാവിലെയാണ് ഖാർഗെ ഇതുമായി ബന്ധപ്പെട്ട് ഉപരാഷ്ട്രപതിയുടെ കത്തിന് മറുപടി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഡൽഹിക്ക് പുറത്തായതിനാൽ തന്നെ നേരിട്ട് കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. കൂടാതെ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് മറുപടിയായി കത്തിലൂടെ അദ്ദേഹം പറയുന്നത് ചെയർമാൻ ഉപരാഷ്ട്രപതി സഭയുടെ സംരക്ഷകനാണ്. സഭയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിനും പാർലമെന്ററി പ്രത്യേക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പാർലമെന്റിൽ ചർച്ചയിലൂടെയും ബില്ലുകളിലൂടെയും മറുപടികളിലൂടെയും സർക്കാരിൽ ഉത്തരവാദിത്തം വഹിക്കാനുള്ള ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിലും ചെയർമാൻ പ്രതിജ്ഞാബദ്ധമാണ്. ചർച്ചകൾ കൂടാതെ പാസാക്കിയ ബില്ലുകൾക്ക് പ്രിസൈഡിംഗ് ഓഫീസർമാരെ സഭയിലെ പ്രിസൈഡിംഗ് ഓഫീസറെ ചരിത്രം കഠിനമായി വിധിക്കുകയും ചെയ്യും. അത് സർക്കാരിൽ നിന്ന് ആ ഒരു ചർച്ച കൂടാതെ പ്രതിപക്ഷത്തെ 145ഓളം എംപിമാരെ സഭയിൽ നിന്നും പുറത്താക്കിയിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു പ്രാതിനിധ്യമില്ലാതെ പല ജനദ്രോഹപരമായ ബില്ലുകൾ പേര് മാറ്റി വീണ്ടും പ്രസിദ്ധീകരിച്ചതിലൂടെ അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ലെന്നും ഖാർഗെ ഇപ്പോൾ ഉപരാഷ്ട്രപതിയും സഭയുടെ അധ്യക്ഷനുമായ ജഗ്ദീപ് ധൻഖർക്ക് നൽകിയ മറുപടി കത്തിൽ പറഞ്ഞിരിക്കുന്നു. കീർത്തി.